ഇനിയോ മുസാനബിയുടെ വടിയിൽ വന്ന വേറെ കുറെ പെണ്ണുങ്ങളെ കാണിച്ചു തരാം. എന്താ പെണ്ണുങ്ങളുടെ പ്രത്യേകത? ഇസ്ലാമിന്റെ പേരിലാണ് പെണ്ണുങ്ങളെ ഫോട്ടോ. പൊതുരംഗത്തെ സ്ത്രീ പങ്കാളിത്തം ഇസ്ലാമിക ചരിത്രത്തിൽ എഴുതുന്നതാരാണ്? എഴുതുന്നത് ബ്രദർ കാരക്കുന്നാണ്. കാരക്കുന്ന് സാഹിബ് തന്നെ എഴുതാണ് പൊതുരംഗത്തെ സ്ത്രീ പങ്കാളിത്തം ഇസ്ലാമിക ചരിത്രത്തിൽ. എന്നിട്ട് ഇസ്ലാമിക ചരിത്രത്തിലെ വീരാംഗനകളായ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ മുതൽക്ക് തുടങ്ങിയിട്ട് കുറെ ആൾക്കാരുടെ ചരിത്രം കൊടുത്ത ഫോട്ടോ ഒക്കെ നല്ല മറിയം ബീവികളാണ്, നല്ല ആസിയ ബീവികളാണ്. വളരെ മോശമായ നിലക്കുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോകൾ കൊടുത്തിട്ട് അവകാശപ്പെടുകയാണ് പൊതുരംഗത്തെ സ്ത്രീ പങ്കാളിത്തം ഇസ്ലാമിക ചരിത്രത്തിലെന്ന്. നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് ഉണ്ടാകണമെങ്കിൽ ഇസ്ലാമികമായ ബോധം വേണമല്ലോ. അതുകൊണ്ടത് പഠിക്കണം, അത് പഠിക്കണം പ്രിയപ്പെട്ടവരെ. എത്ര മോശമായിട്ടാണ്, വളരെ മോശമായ നിലക്കാണ് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഈ സമൂഹത്തെ വളരെ മോശമായി നയിക്കുന്ന സിനിമകൾ നിർമ്മിക്കുന്നു. അതാ മസാലപ്പടങ്ങൾ, കൊടിയത്തൂർ മസാലകൾ ധാരാളം വീടുകളിൽ ലഭ്യമാണ്. അങ്ങനെ ആട്ടവും പാട്ടും തൊഴിലും മ്യൂസിക്കും സംഗീതത്തിന്റെ മേമ്പൊടിയും ആ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ ഇന്ന് മനുഷ്യന് കേൾക്കുന്നത് പോലും അലർജി. സംഗീതോപകരണങ്ങൾ അങ്ങ് ഉപയോഗിച്ചാൽ അതൊരു തെറ്റാണോ എന്ന് പലർക്കും ഇപ്പോഴും ആശങ്കയാണ്, സംശയമാണ്. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരൊറ്റ ഹദീസ് പോലെ അധികം എന്തിനാണ് പ്രിയപ്പെട്ടവരെ സംഗീതോപകരണങ്ങളുടെ ഉപയോഗം നിഷിദ്ധമാണ് എന്നുള്ളതിന് ഒരൊറ്റ ഹദീസ് നമുക്ക് തെളിവ് മതി. അതെന്താണ്? അതാ എന്റെ സമൂഹത്തിൽ അനുവദിക്കുന്ന കക്ഷികൾ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം പറയുന്നത് തന്നെ. അനുവദിക്കുന്ന കക്ഷികൾ വരും എന്ന പ്രയോഗം തന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? മുമ്പത് അനുവദനീയമല്ല, ഹറാമായ സംഗതിയല്ലേ ഹലാലാക്കി കൊടുക്കൽ. യസ്തഹില്ലൂൻ, അവർ ഹലാലാക്കി കൊടുക്കുന്നതാണ്. എന്തിനെയൊക്കെ? അൽ ഖംറ, അതുപോലെ തന്നെ അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ, വ്യഭിചാരത്തെയും അതുപോലെ തന്നെ പുരുഷന്മാര് സിൽക്ക് ധരിക്കുന്നതിനെയും അതുപോലെ തന്നെ മദ്യപാനത്തെയും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങളെയുമൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ വരിക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഹറാമായ ഒരു കാര്യമാണത് എന്നുള്ളതിൽ ഇനി എന്തിന് തർക്കിക്കുന്നു? ചിലര് പറയണേ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഈ മ്യൂസിക് ഉപകരണങ്ങളൊന്നുമില്ല, ഈ സംഗീതോപകരണങ്ങളൊന്നുമില്ല. ആര് പറഞ്ഞു? അതിന്റെ മോഡേൺ രൂപം ഇന്ന് വന്നതായിരിക്കാം. പക്ഷേ അന്നുമില്ലേ മിസ്മാറുകൾ, അന്നുമില്ലേ തബലകൾ, അന്നുമില്ലേ ആ രൂപത്തിലുള്ള ധമവാദ്യങ്ങൾ, അന്നുമില്ലേ ആ രൂപത്തിലുള്ള കുഴലുകൾ. അതിന്റെയൊക്കെ പുതിയ രൂപത്തിൽ ഇന്ന് അവതരിച്ചു എന്നതല്ലാതെ അതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മനുഷ്യന്റെ മനസ്സിൽ കാപട്യം വളർത്തുന്ന കാര്യങ്ങളാണ്, മോശപ്പെട്ട കാര്യങ്ങളാണ് എന്ന നിലയ്ക്ക് ഇസ്ലാം പഠിപ്പിക്കുമ്പോ ആ രൂപത്തിലുള്ള മോശപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും ഈ സമൂഹത്തെ കൊണ്ടുപോവുകയാണ് ഒരു പറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ സിനിമ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നടത്തുക. ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി, അതുപോലെ തന്നെ അവരുടെ വിദ്യാർത്ഥി വിഭാഗമൊക്കെ ചലച്ചിത്ര മേള, ചലച്ചിത്രോത്സവം, അങ്ങനെ കണ്ടിട്ട് അഭിപ്രായം പറയുക, മാർക്കിടുക, അതിന് പ്രത്യേകമായ രൂപത്തിൽ കവറേജ് നൽകുക, ആ രൂപത്തിലുള്ള പരസ്യങ്ങൾ നൽകുക, അതൊക്കെ ഈ സമൂഹത്തിന് ആവശ്യമാണ്. മാത്രമല്ല, 4 ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള സംഗീത നിശകളൊക്കെ സംഘടിപ്പിച്ചാലല്ലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് സാമൂഹ്യ സംഗീത നാടകം നടത്താനേ പറ്റൂ. സാമൂഹ്യ സംഗീത നാടകം, സാമൂഹ്യ സംഗീത നാടകം. നിങ്ങൾ സംഗീതം നിഷിദ്ധാന്ന് പറയോ? എന്നാ ഞങ്ങൾ ഒപ്പിത്തിന്നു പറഞ്ഞില്ലേ പണ്ടൊരുത്തൻ പറഞ്ഞില്ലേ നിങ്ങളത് പാടില്ല എന്ന് പറയുന്നുണ്ടോ? എന്നാ ഞാൻ അതിൽ ഒപ്പിത്തിന്നും, ഞാൻ മുക്കിത്തിന്നും. എപ്പോഴാന്ന് ഞാൻ പറയില്ല. ഒരു ചങ്ങാതി ഒരു സമയത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഈ നേരത്തെ അത് കഴിക്കല്ലേ ചങ്ങാതി, ഇജിപ്പോ ഒരു വേറൊരു കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ട് ഇപ്പൊ അത് കഴിക്കല്ലേ ആ റൊട്ടി എന്ന് പറഞ്ഞപ്പോ, ആഹാ നീ അങ്ങനെ പറയുന്നുണ്ടോ, എന്നാ ഞാൻ ഇതിൽ മുക്കിത്തിന്നും എന്ന് പറഞ്ഞു. അതുപോലെ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ മുജാഹിദുകൾ വിമർശിക്കുന്നുണ്ടോ? എന്നാ ഞങ്ങൾ കാണിച്ചു തരാം. സംഗീതത്തോടു കൂടി ഞങ്ങൾ നാടകം കളിക്കും, ഞങ്ങൾ ആ രൂപത്തിൽ തന്നെ എല്ലാ രൂപത്തിലും ആടും പാടും, ഞങ്ങളുടെ പെണ്ണുങ്ങൾ അഭിനയിക്കും, ആടും പാടും, എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്യും. ആരുണ്ട് ഞങ്ങളെ ചോദിക്കാൻ? ആ രൂപത്തിലുള്ള ധാർഷ്ട്യത്തോടുകൂടി ഇസ്ലാമികമായ ആശയങ്ങൾ ഈ സമുദായത്തിന്റെ മുമ്പിൽ നിന്ന് തകിടം മറിച്ച് കളയുന്ന നിലക്കുള്ള പ്രവണതകൾ മനുഷ്യനെ അതാ ഏറ്റവും മോശപ്പെട്ട രംഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്നത്തെ എല്ലാ സംസ്കാരങ്ങളും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ.
മൊബൈൽ ഫോണുകൾ വരുത്തിവെക്കുന്ന അപകടങ്ങൾ ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞയാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ ഒരാണും പെണ്ണും ഒരേ മരത്തിന്റെ 2 കൊമ്പിലായിട്ട് തൂങ്ങിയാണ് ചത്തു രണ്ടാളും. എന്താ പ്രശ്നം? ആരാണതിലെ വില്ലൻ? മൊബൈൽ ഫോണാണ് വില്ലൻ. ഫോട്ടോ എടുത്തു, അത് മോർഫിങ്ങിലൂടെ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു. ചുംബന ദൃശ്യങ്ങളും നഗ്നരംഗങ്ങളുമൊക്കെ പരന്നപ്പോൾ മനം നൊന്തുകണ്ട് അതിൻ്റെതായ രൂപത്തിന് വിധേയരായ ഈ ചെറുക്കനും പെണ്ണും ഒരേ വൃക്ഷത്തിന്റെ 2 കൊമ്പുകളിൽ തൂങ്ങി മരിക്കേണ്ടി വന്നു. എന്താ കാരണം? പ്രവാസികളെ, വലിയ ക്ലിയറുകളുള്ള ഫോട്ടോ എടുക്കാൻ ശേഷിയുള്ള മുന്തിയ തരം ഫോണുകളാണ് മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. അവരത് ഉപയോഗപ്പെടുത്തുകയാണ്, അവരതുകൊണ്ട് സംസാരിക്കുകയാണ്. അതാ ഇസ്ലാം നിഷിദ്ധമാക്കിയ സംസാരങ്ങൾ. വിവാഹം നിശ്ചയിച്ചിട്ടേയുള്ളൂ, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. ഭാര്യയെ കാണാൻ, പെണ്ണ് കാണാൻ ചെല്ലുന്ന ചെറുക്കൻ പെണ്ണിനെ ഇഷ്ടമായാൽ ആദ്യം കൊടുക്കുന്നതെന്താണ്? വാക്ക് കൊടുക്കുന്നതെന്താണ്? വിവാഹത്തിന്റെ ഉറപ്പ് കൊടുക്കുന്നതെന്താണ്? ഏറ്റവും മുന്തിയ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നു, ഒരു ചിപ്പും സൗജന്യമായി കൊടുക്കുന്നു. ഇതാണ് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാ കൊടുക്കുന്ന സമ്മാനം. പണ്ടൊക്കെ മോതിരടലും വാച്ച് കെട്ടലും മിഠായി കൊടുക്കലൊക്കെ ആയിരുന്നു. ഇന്നതല്ല. ഇന്നൊരു മുന്തിയ ഫോണ്, ഒരു ചിപ്പ്. എന്നിട്ട് പിന്നെ സംസാരം. ഇവർക്ക് ഇനി ജീവിതത്തിൽ വിവാഹത്തിന്റെ ശേഷം ഒന്നും പറയണ്ടാവില്ല. വെറുതെ അങ്ങും തിരിഞ്ഞടക്കേണ്ടി വരും. അതിന്റെ മുമ്പ് പറയേണ്ടതൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം എല്ലാ ഫോണും വാങ്ങിക്കൊടുത്ത് മക്കൾക്ക് എല്ലാ രൂപത്തിലുള്ള സംവിധാനം വാങ്ങിക്കൊടുത്തു. രക്ഷിതാക്കൾ കണ്ണു തുറക്കുന്ന എപ്പോഴാണെന്നറിയോ? മകനെ വിളിച്ചു നോക്കുമ്പോ, മകളെ വിളിച്ചു നോക്കുമ്പോ മകള് പരിധിക്ക് പുറത്താകുമ്പോഴാണ് രക്ഷിതാക്കൾ കണ്ണു തുറക്കുന്നത്. ഇപ്പൊ എന്റെ മകള് റേഞ്ചിലെ പരിധിക്ക് പുറത്തല്ലോ, വേറെ പല പരിധിയുടെയും പുറത്താ ഇപ്പൊ മകളുള്ളത്, മകനുള്ളത്. സൂക്ഷിക്കണം. ജീർണതകൾ കുടിയേറുന്ന വഴിയാണിത്. ഈ സമൂഹം ശ്രദ്ധിക്കണം. ഇത് കൈകാര്യം ചെയ്യുന്നവർ ആലോചിക്കണം. അതിലൂടെ മ്യൂസിക് വളർത്തുന്നവർ, അതിലൂടെ നാടകം വളർത്തുന്നവർ, അതിലൂടെ സിനിമകൾ വളർത്തുന്നവർ, അതിലൂടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അതിലെ ബ്ലൂടൂത്തിലൂടെ മാലിന്യങ്ങൾ പ്രസരിപ്പിക്കുന്നവർ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. മാനവ സമൂഹത്തിന്റെ തന്നെ ശത്രുക്കളാണ്. മനസ്സിലാക്കണം. ഇന്റർനെറ്റ് യുഗങ്ങളിൽ അതാ പ്രവാസികൾ അവരുടെ അവരെന്താ ചിന്തിക്കുന്നതറിയോ? ഞാനോ ഇന്റർനെറ്റിനെ പോയിട്ട് ഇന്റർന്ന് വരെ പറയാൻ എനിക്ക് ഇവരല്ല, എന്റെ മക്കളെങ്കിലും നന്നാവട്ടെ. അങ്ങനെ എല്ലാവരും വമ്പിച്ച പണം അയച്ചു കൊടുത്തു. മക്കളിങ്ങനെ നാട്ടിലെ കഫേകളിൽ പോകുമ്പോ ഉമ്മ വിചാരിച്ച് എന്റെ മോനൊക്കെ വളരെ ഉഷാറായി, എന്റെ മോളൊക്കെ വളരെ ഉഷാറായി. എന്താ ഇന്റർനെറ്റ്? രാത്രി നേരം പുലരുവോളം എന്റെ മകനും മകളൊക്കെ ഇന്റർനെറ്റിൽ തന്നെയാണ്. എന്താ എന്റെ കുട്ടിയുടെ ഒരു പഠനം എന്നാണ് ഈ വിഡ്ഢിയായ ഉമ്മ, ഈ വിഡ്ഢിയായ ഉപ്പ ചിന്തിക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇന്റർനെറ്റിന്റെ ആ മേഖലയിലെ അപകടങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു വിഷയം തന്നെ പ്രതിപാദിക്കാൻ എന്റെ സ്നേഹിതൻ UAE-യിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോളണം. എത്ര ഗൗരവത്തിലാണ്, എത്ര വലിയ തകർച്ചയിലേക്കാണ് ഈ സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെകുത്താൻ അതിന്റെ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴാണ് ഇതിനൊക്കെ എതിരെ തടയിടേണ്ടുന്ന ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നവര് എല്ലാ രംഗത്തേക്കും ഇങ്ങനെ കളറ് ഫോട്ടോ പെണ്ണിൻ്റെത് നൽകിയിട്ട് സിനിമാക്കാരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സംവിധാനം കാര്യമായിട്ട് ജമാഅത്തുകാര് നാട്ടില് നോമ്പ് തോർപ്പിച്ചു. ആരനെ? സിനിമാക്കാരെ. എല്ലാവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നോമ്പ് ഉറപ്പിക്കുകയാണ്. എന്താ ഏറ്റവും വലിയ അവർ പറയണേ? ഇസ്ലാമിക ദഅവത്തിന് പറ്റിയ നേരല്ലേ എന്നാണ്. മുമ്പർക്കണം നേരത്തെ ഇസ്ലാമിക ദഅവത്തിന് പറ്റിയ നേരാ. ഇവന്റെ ചായയും കുടിച്ച് അവര് പോയി എന്നല്ലാതെ അവിടെ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തോ ജമാഅത്തുകാരാ? പറഞ്ഞു കൊടുത്തില്ല. ഓണക്കിറ്റ് വിതരണം ചെയ്യും, ഓണാഘോഷം നടത്തും, ക്രിസ്തുമസ് ആഘോഷിക്കും, എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങൾക്കും പിന്നാലെ നിന്ന് കൊടുക്കും. എന്നിട്ട് പറയും ഇതൊക്കെ ദഅവത്തിന് പറ്റിയതാണ്. എന്നാൽ അതിനുവേണ്ടി വിളിച്ചു വരുത്തുന്നിടത്ത് ഇസ്ലാമിന്റെ സുന്ദരമായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. അതാണ് സ്ഥിതി. ഇങ്ങനെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാസിഹിന്റെ ഗുണകാംക്ഷിയുടെ കുപ്പായവും ഇട്ടുകൊണ്ടാണ് പലരും ഇന്ന് സമൂഹത്തിൽ ഞങ്ങളാണ് സമഗ്രമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.